പേര് കൊടുത്തോ. ലൊക്കേഷൻ സെയിം വെച്ചോ. ലൊക്കേഷൻ മാറ്റണ്ട. പൈത്തൺ പ്രൊജക്ട് മാത്രം മാറ്റിയാൽ മതി. നെയിം മാത്രം മാറ്റിയാൽ മതി. പൈത്തൺ സെലീനിയം ബേസിക്സ് അല്ലെ പ്രൊജക്ട് ബേസിക്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. Create. ഓക്കെ. New window. എല്ലാവരും പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തില്ലേ? അതിൽ ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ബേസിക് ഫയൽ പ്രൊജക്ട് ഫയൽ. അവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫയൽ. ബ്രൗസർ ആക്ഷൻസ്. പൈത്തൺ ഫയലല്ലേ അവിടെ ബ്രൗസർ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. പൈത്തൺ ഫയൽ അല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്? യെസ്, പൈത്തൺ ഫയൽ. പൈത്തൺ കമാൻഡ്സ് അല്ലേ, അങ്ങനല്ലേ? ബ്രൗസർ കമാൻഡ്സ്. സോറി. .py. എല്ലാവരും ടെർമിനൽ ഒന്ന് എടുത്തേടാ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടെർമിനലിന്റെ ഐക്കൺ ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്തേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ താഴെ പോരട്ടെ, കുറച്ച് താഴെ. എല്ലാവരും ടെർമിനൽ എടുത്തോ? ഓക്കെ. അവിടെ ഞാൻ ഇപ്പൊ തരുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യാം കേട്ടോ. പൈച്ചാമിന് ബൈ ഇറ്റ് സെൽഫ് സെലീനിയത്തിന് ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതായത് പൈച്ചാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്, പൈത്തണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് പൈച്ചാം. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണം? സെലീനിയത്തിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് pip install selenium. ചാറ്റിലുണ്ട്. ഇത് ഇവിടെ എൻ്റർ ചെയ്ത് ടെർമിനലിൽ കൊടുക്കാം. നിരഞ്ജന, അപ്പൊ നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈച്ചാമും സെലീനിയം ഓട്ടോമേഷൻ പൈത്തൺ വിത്ത് സെലീനിയം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടത് ഒന്ന് പൈച്ചാം വേണം, പിന്നെ പൈച്ചാം വേണം, പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വേണ്ടത് സെലീനിയം ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. സെലീനിയം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പിപ്പ് ഇൻസ്റ്റാൾ സെലീനിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. സെപ്പറേറ്റ് ഇൻസ്റ്റലേഷൻ ഇല്ല അതിന്. പകരം നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഓരോ ബ്രൗസറിന്റെ ഓരോ ഐഡിന്റെ ഇൻസ്റ്റൻസിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്ലഗിനെ. യൂഷ്വലി നമ്മൾ ജാവ സെലീനിയം വരുമ്പോൾ നമ്മൾ സെലീനിയത്തിനെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കില്ല, അത് ഇവിടെ ആവശ്യമില്ല. ഇല്ല, ജാവ സെലീനിയത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ മറ്റേ ടെസ്റ്റ് പോലത്തെ ഫ്രെയിംവർക്ക്സ് മാർക്കറ്റ് പ്ലേസ് ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യത്തില്ലേ? ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ അങ്ങനെ ഈസിയസ്റ്റ് വേ ഔട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് ഓപ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഈ ഒരു കമാൻഡ് കൊണ്ട് സെലീനിയം ഇൻസ്റ്റാൾഡ് ആവും എന്റെ മെഷീനിൽ? ഇൻസ്റ്റാൾഡ് ആവും. മെഷീനിൽ ഇൻസ്റ്റാൾഡ് ആവില്ല, ഈ സ്പെസിഫിക് വിൻഡോ പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾഡ് ആവും. പൈത്തൺ സെലീനിയം ബേസിക്സ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ഉണ്ടല്ലോ, ഈ പ്രൊജക്റ്റിൽ മാത്രമായിട്ട് ഇൻസ്റ്റാൾഡ് ആവും. അപ്പൊ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് പോകുന്നില്ല, മനസ്സിലായോ? മറ്റേത് നമ്മൾ എക്ലിപ്സിൽ ഒക്കെ ചെയ്യുമ്പോൾ എക്ലിപ്സിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയിട്ട് എക്ലിപ്സ് മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? സോ അങ്ങനെ ഇൻസ്റ്റലേഷൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പൈടെസ്റ്റ് ഫ്രെയിംവർക്ക് ആണ്, നമ്മൾ ഇത് കഴിഞ്ഞ് പഠിക്കുന്നതാണ് ഫ്രെയിംവർക്ക്. ഇതിപ്പോ നമ്മൾ പഠിക്കുന്നത് ബേസിക്കലി സെലീനിയം വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്താടാ? വൺസ് ചെയ്താൽ മതിയല്ലോ? വൺസ് ചെയ്താൽ മതി, ഒരു പ്രൊജക്റ്റിൽ ഒറ്റ തവണ
ഒരു പ്രൊജക്റ്റിൽ ഒരു തവണ ചെയ്യണം. ഓക്കെ. ഓക്കെ, ഒരു കാര്യം ചെയ്യടാ, ഒരു അവിടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ. ക്ലാസിന്റെ പേരും സെയിം തന്നെ കൊടുത്തോളൂ. ബ്രൗസർ കമാൻഡ്സ് തന്നെ പേര് കൊടുത്തോളൂ. അല്ല, ഈ ബ്രൗസർ കമാൻഡ്സ് ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ ഫയലില്ലേ, ഫയലിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ. ബ്രൗസർ കമാൻഡ് ബ്രൗസർ കമാൻഡ്സ് തന്നെ പേര് കൊടുത്തോ. ക്ലാസ് ഓക്കെ. ഇനിയൊരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തേ. ഇനിറ്റ് അതാണോ? ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ്, അത് തന്നെ. സോറി, ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ്. ഇവിടെ കൊടുക്കാം സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് നൺ. എൻ ക്യാപിറ്റൽ എൻ കൊടുക്കണേടാ. സോറി, ക്യാപിറ്റൽ എൻ കൊടുക്കണേ. നൺ, എന്നോ എന്നി, ക്യാപിറ്റൽ എൻ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കോമ്പോണന്റ് എന്ന് പറയുന്നത് സെലീനിയം വെബ് ഡ്രൈവർ ആണ്, അല്ലെ? സോ അതിനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വെബ് ഡ്രൈവർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ വെബ് ഡ്രൈവർ ഒരു ഇന്റർഫേസ് കൈൻഡ് ഓഫ് ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. സോ അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യൂ, ഇനീഷ്യലൈസ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യടാ. ഇനീഷ്യലൈസ് ബ്രൗസർ, ഇനീഷ്യലൈസ് INI, ഇനീഷ്യലൈസ് ബ്രൗസർ. ബ്രൗസർ കഴിഞ്ഞ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടാ. ശരിയാ, മറന്നു. ഓക്കെ, ഒരു കോളൻ കൂടുതലുണ്ട്, റിമൂവ് ചെയ്തേക്കെ. ഓക്കെ, ആ ഒരു റെഡ് ലൈൻ അത് കുഴപ്പമില്ല, നെക്സ്റ്റ് ലൈൻ ടൈപ്പ് ചെയ്യുമ്പോൾ ശരിയായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ചെയ്യടാ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് വെബ് ഡ്രൈവർ ഡോട്ട് ക്രോം. നമ്മൾക്ക് ഒരു അപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ആ അപ്ലിക്കേഷനെ ആക്സസ് ചെയ്യാൻ പറ്റണം, അല്ലേ? സി ക്യാപ്സ് ആണെടാ. വെബ് ഡ്രൈവറും വെബ് ഡ്രൈവർ അങ്ങനെ തന്നെ, വെബ് ഡ്രൈവർ കറക്റ്റാ. പക്ഷെ ഇതില് ഇമ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ദിസ് നെയിം. അതില് ഇതാണോ? സെലീനിയം ഇമ്പോർട്ട് വെബ് ഡ്രൈവർ, അതെ തന്നെയാ വേണ്ടത്. ഓക്കെ, അതായത് നമ്മളുടെ വെബ് അപ്ലിക്കേഷനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്താ നമ്മളുടെ? ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുത്ത് ആക്സസ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങളോട് ഞാൻ മാനുവലി പറയാണ്, ഈ ഒരു URL ആക്സസ് ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ക്രോം ഓപ്പൺ ചെയ്യും, അല്ലെ? ക്രോമോ ഫയർഫോക്സോ വിച്ചെവർ ഇറ്റ് ഈസ്, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യും, അല്ലെ? സോ അങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ വെബ് ഡ്രൈവർ ഡോട്ട് ക്രോം എന്ന് പറഞ്ഞ് എഴുതുന്നത്. ക്ലിയർ ആണോ? വെബ് ഡ്രൈവർ ഡോട്ട് ക്രോം എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ഒരു ക്രോമിൻ ഇൻസ്റ്റൻസ് ആക്സസിബിൾ ആവും നമ്മൾക്ക്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമുക്ക് വേണ്ടത്? ഒരു URLനെ ആക്സസ് ചെയ്യണം, അല്ലേ? ഒരു URL തരാം, ഈ URL പേസ്റ്റ് ചെയ്യാം. URL ഒന്ന് അവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ.
ബ്രൗസറിലാണോ ഓപ്പൺ ചെയ്യുന്നത്? ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോ. എന്നിട്ട് ഞാൻ അങ്ങനെ കമാൻഡ് വഴി ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലിക്ക് ചെയ്ത് ഈ ഓപ്പൺ ചെയ്ത് വരുന്നില്ലേ, ഇതിനെ സിമുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ ക്ലാസിന്റെ അകത്ത് ഗെറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഈ വെബ് ഡ്രൈവർ എന്ന് പറഞ്ഞ ക്ലാസിന്റെ അകത്ത് ഗെറ്റ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു URL നെ റിട്രീവ് ചെയ്യുന്നത്. ഓക്കെ, പൈച്ചാമിലേക്ക് വരും. ടൈപ്പ് ചെയ്യണേടാ. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ബ്രാക്കറ്റ്സില് ഡബിൾ കോട്ട്സിൽ നമ്മളുടെ URL പാസ് ചെയ്യാം. പേസ്റ്റ് ചെയ്തൊന്നൂടെ. ഈ ഒരു കാര്യം ചെയ്ത ഈ ബ്രൗസർ കമാൻഡ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ബ്രൗസറിനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. പഠിച്ചോ വരും ക്രോം വേർഷൻ നോട്ട് ഡിറ്റക്ട് ഇൻ ദ പാത്ത്. ഓക്കെ, ക്രോം എടുത്ത കോഡ് കാണിച്ചാൽ മുകളിലേക്ക് പോയിക്കേ. എറർ കാണിച്ചേ, എറർ. ബാക്കിയുള്ളവർക്ക് അത് ക്രോമിൽ ഓപ്പൺ ആയി വന്നോ? ഒന്നും വന്നില്ല. ബ്രൗസർ നോക്കട്ടെ. ഈ പ്രോഗ്രാം ഫയൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി. ഓക്കെ, ഫയർഫോക്സ് ഒരു കാര്യം ചെയ്തേടാ, സരിത ഡോട്ട് ക്രോം മാറ്റി ഡോട്ട് ഫയർഫോക്സ് കൊടുത്തേ. എഫ് ക്യാപ്സ്, ആദ്യത്തെ എഫ് ക്യാപ്സ് ഡോട്ട് ഫയർഫോക്സ്. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. അത് ക്രോമിന്റെ പാത്ത് ഐഡന്റിഫൈ ആവുന്നില്ല. ഓപ്പൺ ആയി വരും. എന്റെ സ്ക്രീൻ കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓ, ഷെയർ ചെയ്തോടാ. ഇതില്ലേ ഇത് ലാസ്റ്റ് നിരഞ്ജന, ഇതിപ്പം ഫയർഫോക്സ് ഇതിപ്പോ ഓപ്പൺ ആയി. അപ്പം ക്രോമിൽ അത് ഓപ്പൺ ആവാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? ക്രോമിൽ ഓപ്പൺ ആവാത്തത് സരിതയുടെ ക്രോമിന്റെ പാത്ത് ഐഡന്റിഫൈ ചെയ്യുന്നില്ലടാ. ഓൾറെഡി കിടക്കുന്ന ക്രോമിന്റെ പാത്ത് അത് നമ്മൾ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും? സൊല്യൂഷൻ ഞാൻ നോക്കട്ടെ, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഫയർഫോക്സ് ട്രൈ ചെയ്യാൻ പറഞ്ഞത്. മോനിഷ പറയൂ. എന്റെ സ്ക്രീൻ കാണാമോ? സ്ക്രീന് പൈച്ചാം കാണാം. പൈച്ചാം എടുത്തേടാ, പറയൂ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇനീഷ്യലൈസ് ബ്രൗസറിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയേ. ഇല്ലല്ലോ. ഇനീഷ്യലൈസ് ബ്രൗസർ ബി സ്മോൾ തന്നെയല്ല, നോക്കട്ടെ കേട്ടോ. ബിക്കോസ് ഡെഫ് ഇനീഷ്യലൈസ് ബ്രൗസർ കൊടുത്തിരിക്കുന്നത് കൺസ്ട്രക്ടറിന്റെ അകത്താടാ. ഒരു ബാക്ക് സ്പേസ് അടിച്ച ലൈൻ നമ്പർ 7 വന്നിട്ട് ബിഗിനിങ്ങിൽ വന്നിട്ട് ബാക്ക് സ്പേസ് ഇൻഡന്റേഷൻ ഇഷ്യൂ. അത് നെക്സ്റ്റ് 2 ലൈൻസ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചേ.
കൺസ്ട്രക്ടറിന്റെ അകത്ത് കൊണ്ടുപോയി ഡിഫൈൻ ചെയ്തപ്പോ അതിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല ഇനീഷ്യലൈസ് ബ്രൗസറിനെ. ഇതൊക്കെയാണോ ഇങ്ങനെ ഇപ്പൊ കൊടുക്കുന്നത്? ഓക്കെയാണ്. യെസ്. ഓപ്പൺ ആയി വന്നു, അങ്ങനെ തന്നെ ക്ലോസ് ആയി അല്ലേ? അതെ. ഇനി എനിക്കൊരു കാര്യം ചെയ്യണം, അതായത് എനിക്കിനി എന്ത് ചെയ്യണം, ഇതിന്റെ വിൻഡോയെ ഒന്ന് മാക്സിമൈസ് ചെയ്ത് കാണണം. ഓക്കെ, ഒന്ന് മാക്സിമൈസ് ചെയ്ത് കാണാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ് ഡോട്ട് മാക്സിമൈസ്. ഒരു കാര്യം ചെയ്യടാ, ഡ്രൈവർ ഡോട്ട് ഗെറ്റിന്റെ തൊട്ട് താഴെ ടൈപ്പ് ചെയ്തേ ലൈൻ നമ്പർ 8 കഴിഞ്ഞ് ലൈൻ നമ്പർ 9 കഴിഞ്ഞിട്ട് മോനിഷ ഡ്രൈവർ ഡോട്ട് ഗെറ്റ് കഴിഞ്ഞ ടൈപ്പ് ചെയ്തോളുക. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് മാക്സിമൈസ് അണ്ടർസ്കോർ വിൻഡോ. എന്നിട്ട് മോനിഷയില് ജസ്റ്റ് കൊടുക്കാം ടൈം ഡോട്ട് സ്ലീപ്പ്. മോനിഷയുടെ കേട്ടോ, കാരണം മോനിഷയുടെ ക്ലോസ് ആയി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മോനിഷയുടെ ഒരു ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട്. ടൈം ഒന്ന് ഇമ്പോർട്ട് ചെയ്തേ. എന്റെ ക്ലോസ് ആയി പോവുകയെ ചെയ്തേ ഓപ്പൺ ആയിട്ട്. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കടാ. അങ്ങനെ ക്ലോസ് ആയി പോയവരെല്ലാം ടൈം ഡോട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞു കൊടുത്തേ. ടൈം ഡോട്ട് സ്ലീപ്പ് First one. അകത്താണ് കൊടുക്കേണ്ടത്, വിൻഡോയ്ക്ക് അകത്ത്. ഇതിന്റെ അകത്ത് മാക്സിമൈസ് വിൻഡോ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, എനിക്ക് ഓപ്പൺ ആയി ഇരിപ്പുണ്ട്, അപ്പൊ കൊടുക്കണ്ടല്ലോ അല്ലേ? വേണ്ട വേണ്ട, ഓപ്പൺ ആയിരിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട. ഇമ്പോർട്ട് ഈ ഡേറ്റ് ടൈം ഡോട്ട് ടൈം അതാണ് ഫസ്റ്റ് വൺ ടൈം മാത്രമുള്ള. സരിത ടൈപ്പ് ചെയ്തോടാ ടൈം ഡോട്ട് സ്ലീപ്പ്. അല്ല, എനിക്ക് ഓപ്പൺ ആണ്, അതുകൊണ്ട് കൊടുക്കണ്ടല്ലോ. ഓപ്പൺ ആണ്, കുഴപ്പമില്ല. അപ്പോ മോനിഷയ്ക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടായിരുന്നത് അല്ലേ? അലീനയ്ക്കും വർക്ക് ആയല്ലേ? ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഒന്നുകൂടി. അല്ല എനിക്കും ഉണ്ട്. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തായിരുന്നോ? ഞാൻ ക്ലോസ് ആയി പോകുന്നുണ്ടോ? ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തോ? മാക്സിമൈസ് ആയി നിൽക്കുന്നത് കണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു URL കിട്ടിക്കഴിഞ്ഞാൽ ആക്സസ് ചെയ്ത് അതിന്റെ വിൻഡോയെ മാക്സിമൈസ് ചെയ്യുന്നത്. 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ആയി പോകും. 10 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ക്ലോസ് ആയി പോകും. അതെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കടാ. ഇനി അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേ, ക്ലോസ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട്. ഇത് ബ്രൗസർ കമാൻഡ്സിന് മുകളിലാണോ? മുകളിൽ ബ്രൗസർ കമാൻഡ്സിന്റെ അവിടെ തന്നെ ഇനീഷ്യലൈസ് ബ്രൗസർ പോലെ അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യടാ ക്ലാസിന്റെ അകത്ത് തന്നെ. ഇവിടെയാണോ ബ്രൗസർ ഡോട്ട് ഇനീഷ്യലൈസ് കഴിഞ്ഞതിന് ശേഷം? അല്ല, മുകളിൽ തന്നെ. ഓക്കെ, ബാക്ക് സ്പേസ്. മുകളിലായിട്ടല്ലേ? യെസ്, ബാക്ക് സ്പേസ് അടിച്ചോ നീ. ഡെഫ് എന്താ ചെയ്യുന്നത്? ക്ലോസ് ബ്രൗസർ. ഇനി നമ്മൾക്ക് ഇപ്പൊ മാക്സിമൈസ് ആയി നിൽക്കുന്ന വിൻഡോ നോക്കിയാൽ കാണാം, നമുക്ക് വേണമെങ്കിൽ ടാബിനെയും ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ വിൻഡോയെ ക്ലോസ് ചെയ്യാം അല്ലേ? രണ്ട് തരത്തിൽ നമ്മൾക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് ലെറ്റ്സ് സേ എനിക്ക് ക്ലോസ് ചെയ്യേണ്ടത് അതിന്റെ ടാബിനെയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ക്ലോസ്. ടൈപ്പ് ചെയ്യടാ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ക്ലോസ്. വിറ്റല്ല ക്ലോസ് ട്ടോ. ഇനി ക്ലോസ് ബ്രൗസറിനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ.
എന്തായിരുന്നടാ? അവരുടെ ടൈം ഡോട്ട് സ്ലീപ്പ് വേണ്ട. ക്ലോസ് ആയി. ക്ലോസ് ആയിപ്പോയി അല്ലേ? ഈ ബ്രൗസർ ഡോട്ട് ഡ്രൈവർ വേണോ ഇവിടെ? ബ്രൗസർ ഡ്രൈവർ വേണ്ട, അത്രയും കൊടുത്താൽ മതി. മതി. ഒരു 10 സെക്കൻഡ്സ് കഴിയുമ്പോൾ ആ ടാബ് ക്ലോസ് ആയി പോകുന്നത് കാണാൻ പറ്റും. ഇനി ലെറ്റ്സ് സേ എനിക്ക് ക്ലോസ് ചെയ്യേണ്ടത് എൻറ്റയർ വിൻഡോ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, ഡ്രൈവർ ഡോട്ട് ക്ലോസ് യൂസ് ചെയ്യുന്നത് ടാബ് ക്ലോസ് ചെയ്യാനും ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് യൂസ് ചെയ്യുന്നത് വിൻഡോയെ ക്ലോസ് ചെയ്യാനും ആണ്. ഒന്നുകൂടെ പറയണോ? ക്ലിയർ. ഒന്ന് ടൈപ്പ് ചെയ്തെന്നാ ഡ്രൈവർ ഡോട്ട് ക്ലോസ് ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക്, എന്നിട്ട് പകരം സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് എന്ന് കൊടുക്കാം. എന്റെ ഇതുവരെ ഓപ്പൺ ആയി വന്നിട്ടില്ല. ആരുടെയാടാ? നിരഞ്ജന. അലീനയുടെയാ? ഭയങ്കര സ്ലോ ആയിട്ട് ഓപ്പൺ ആവുന്നു. സ്ലോ ആയിട്ട് ഓപ്പൺ എന്റെ ആവുന്നേ? അലീനയുടെ. സ്ലോനെസ് ഉണ്ടോടാ? ബ്രൗസർ ഇതുവരെ ഓപ്പൺ ആയി. ഓപ്പൺ ആയി വരട്ടെ. ഉണ്ട്. അലീന ഷെയർ ചെയ്ത് സ്ക്രീന്. മോൻ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് കൊടുക്കുക കേട്ടോ ബാക്കിയുള്ളവര്. ക്വിറ്റ് QUIT. ലീന ഷെയർ ചെയ്തോടാ. ഷെയർ ആവുന്നുള്ളൂ. മൊത്തത്തിൽ സ്ലോ ആ എന്റെ ലെവൽ. ഓക്കെ, എന്തൊക്കെ സംഭവിച്ചു ഇവിടെ? ഓപ്പൺ ആയി, അത് ക്ലോസ് ആയി. ക്ലോസ് ആയി പോയി അല്ലേ? സോ ഞാൻ പറഞ്ഞു ഇത്രയും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടോടാ? കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. ആ കാണുന്നുണ്ടോ? എനിക്ക് ഇങ്ങനെ എന്തോ വന്ന എറർ വന്നിട്ടുണ്ട്. എന്തായിരുന്നടാ? എനിക്ക് ഷെയറിംഗ് ആയിട്ടില്ലേ സ്ക്രീൻ? ഒന്ന് ഷെയർ ചെയ്ത ലീന. ഷെയർ പ്രസന്റിംഗ് ആണേ, വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ വന്നേ. ടൈം ഇമ്പോർട്ട് ചെയ്ത മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രം ഡേറ്റ് ടൈം അല്ല ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ക്ലോസ് കഴിഞ്ഞിട്ടെ ക്വിറ്റിന് മുന്നേ ത്രെഡ് മറ്റേ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കണോ? കാരണം എനിക്ക് ആ ബ്രൗസർ ഫുള്ളായിട്ട് പോകുന്നു, ക്ലോസ് ആയി പോകുന്നുണ്ട്. വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇനീഷ്യലൈസ് ബ്രൗസറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും സമയം ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതിനുശേഷം ഡോട്ട് ക്ലോസ് വിളിച്ചോട്ടെ. ഡോട്ട് ക്ലോസ് കൊടുക്കുമ്പോ ആ ബ്രൗസർ മൊത്തം ക്ലോസ് ആയി പോകത്തില്ലേ? വിൻഡോ മൊത്തം ക്ലോസ് ആയി പോവും. ക്ലോസ് കൊടുക്കുമ്പോ അല്ലേ? ക്ലോസ് കൊടുക്കുമ്പോ ടാബ് ക്ലോസ് ആവും. ടാബ് മാത്രല്ലേ ക്ലോസ് ആവേണ്ടത്? പക്ഷെ എനിക്ക് ആ ടാബ് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിൽ നമ്മൾ ബ്രൗസറിൽ നിൽക്കണ്ടേ? ഇല്ല, ബിക്കോസ് ആ ടാബ് പോയ പിന്നെ വിൻഡോ ഇല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കേസില്. ഓക്കെ, അപ്പൊ അത് ഫുള്ള് ക്ലോസ് ആയി പോകുന്നുണ്ട്. ഫുള്ള് ക്ലോസ് ആയി പോകുന്നു. കൊടുക്കുമ്പോഴും ഫുള്ള് ക്ലോസ് ആയി ഫുള്ള് ക്ലോസ് ആയി പോകും. ഇപ്പൊ നമ്മുടെ ഈ സിനാരിയോ, അതായത് ഇപ്പൊ ഒന്നിൽ കൂടുതൽ ടാബ് ഓപ്പൺ ചെയ്ത് വെച്ചതാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ലെറ്റ്സ് സേ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് സെലീനിയം ക്യാപ്പബിൾ ഡോട്ട് ഇൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഞാൻ അഗെയിൻ വേറൊരു URL കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അതിൽ തന്നെ ഇൻപുട്ട് ദിസ് നെയിം കൊടുക്കാം ലീന.
ഇതില് ടൈം ആണോ? ടൈം. ആ അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് യെസ്. അപ്പൊ നമ്മൾ ഇതേ ബ്രൗസറിൽ തന്നെ വീണ്ടും ഞാൻ പിന്നെ ഒന്നോ ക്വിറ്റ് എവിടെ രണ്ടോ കൊടുക്കണ്ടേ? ഏതാടാ ക്വിറ്റ് ഇനി സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ക്ലോസ് കമന്റ് ചെയ്തിട്ട് സെൽഫ് ഡോട്ട് ക്വിറ്റ് ഡ്രൈവർ ഡോട്ട് എവിടെയാ കൊടുക്കണ്ടേ? സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ക്ലോസ് കമന്റ് ചെയ്തേ നമ്പർ 16 അലോഡ് ആയിക്കോട്ടെ, സമയം കൊടുക്കും. ഓക്കെ, വന്നു, ക്ലോസ് ആയിപ്പോ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇനി അടുത്ത സ്റ്റെപ്പിൽ കൊടുത്തോളൂടാ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ക്വിറ്റ്. ഓക്കെ. സേവ് ചെയ്യൂ, ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യൂ. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തോടാ. ഇത് എന്റെ വിൻഡോ ക്ലോസ് ചെയ്യാം. എൻ്റെ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാൻ. ഇനി ഇപ്പൊ നിങ്ങൾ ആദ്യം ക്രോമിൽ ഓപ്പൺ ചെയ്യാൻ നോക്കി, സരിതയ്ക്ക് ക്രോമിൽ വർക്ക് ആയില്ല, പകരം ഫയർഫോക്സിൽ ഓപ്പൺ ചെയ്തു അല്ലേ? അതായത് സെലീനിയം ഒന്നിൽ കൂടുതൽ ബ്രൗസേഴ്സിനോട് കോമ്പാറ്റിബിൾ ആണ്. ഓക്കെ, സെലീനിയത്തിന് ഒന്നിൽ കൂടുതൽ ബ്രൗസേഴ്സിനോടുള്ള കോമ്പാറ്റിബിലിറ്റി ഉണ്ട്. ബ്രൗസേഴ്സ്. ഇപ്പൊ എനിക്ക് എൻ്റെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടത് ഫയർഫോക്സിലാണെന്ന് വിചാരിക്കൂ. ഞാനിപ്പോ ക്രോമിലാണ് ഓപ്പൺ ചെയ്തത്, എനിക്കിത് ഫയർഫോക്സിൽ ഓപ്പൺ ചെയ്യണം. ഫയർഫോക്സ് ഉണ്ടോ എല്ലാവരുടെയും? ഫയർഫോക്സ് ഇല്ല. ഫയർഫോക്സ് ഇല്ല. ഓക്കെ, എങ്കിൽ എഡ്ജ് ഉണ്ടോടാ? എഡ്ജ് ഉണ്ട്. ഈ ഒരു കാര്യം, രണ്ടു ഇടയിൽ എഡ്ജ് ഉള്ളതല്ലേ? എഡ്ജ് വെച്ച് കൊടുക്കാം നമുക്ക്. ടൈപ്പ് ചെയ്തോളൂ അവിടെ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് ലൈൻ നമ്പർ 11 ഒന്ന് കമന്റ് ചെയ്യോടാ. സരിതയും കമന്റ് ചെയ്തോളൂ, സരിതയ്ക്കും എഡ്ജ് ഉള്ളതല്ലേ? താഴെ കൊടുക്കൂ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് വെബ് ഡ്രൈവർ ഡോട്ട് എഡ്ജ് ഇ കൊടുക്കൂ, ക്യാപിറ്റലി എഡ്ജ് ഫസ്റ്റ് ഓപ്ഷൻ, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എല്ലാവരുടെയും എഡ്ജ് ഒരുപോലെ വർക്ക് ആവണമെന്നില്ല, എഡ്ജിന്റെ വേർഷന്റെ മിസ്മാച്ച് വരാൻ ചിലർക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് വന്നു. കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ എഡ്ജും ഫയർഫോക്സും സരിതയ്ക്ക് വർക്കായി. സെയിം വേ അലീനയ്ക്ക് വർക്കായി. മോനിഷയോ? ഒരു മിനിറ്റ്, സെക്കൻഡ്. തൊട്ട് താഴെയാണല്ലോ വേറെ. എന്താടാ ഇങ്ങനെ തന്നെയാ കൊടുത്തത്. ഷെയർ ചെയ്യാടാ. ഫയർഫോക്സ് ഉള്ളവരാണെങ്കിൽ ഡോട്ട് ഫയർഫോക്സും കൂടി ട്രൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്? അപ്പൊ ഇവിടെ ഇൻഡന്റേഷൻ ആണ്. പക്ഷെ ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്തേ.
ലെഡ്ജർ. ഓപ്പൺ ആയില്ലേ? സോ ഇങ്ങനെയാണ് നമുക്ക് പല ഡിഫറെന്റ് ബ്രൗസേഴ്സിൽ നമ്മൾ ഒരു URL നെ ആക്സസ് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോടാ അത്? ഇവിടെ നമ്മൾ ഈ കൺസ്ട്രക്ടർ ഇവിടെ യൂസ് ചെയ്തത് ആക്ച്വലി എന്തിനാണ് നമ്മൾ? ഈ സെൽഫ് ഡോട്ട് ഡ്രൈവറിനെ കിട്ടാനായിട്ട്. ഓക്കെ, ഈ സെൽഫ് ഡോട്ട് കിട്ടാനല്ലേ? ഈ സെൽഫ് ഡോട്ട് ഡ്രൈവർ ആണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള വേരിയബിൾ അല്ലെ? അതിനെ ഗ്ലോബലി കിട്ടാനാണ് നമ്മൾ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തത്. ക്ലിയർ ആണോടോ? ഓക്കെ, ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ബ്രൗസർ കമാൻഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. നമുക്ക് ഇതിന്റെ ടൈറ്റിൽ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ടൈറ്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കാര്യം ചെയ്തോളൂ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യടാ. അടുത്തൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. എന്താ പേര് കൊടുക്കണ്ടേ? ബേസിക് കമാൻഡ്സ്. ഈ ഗെറ്റ് മാക്സിമൈസ് വിൻഡോ പോലെ തന്നെ ഉള്ള കുറച്ച് ബ്രൗസർ കമാൻഡ്സ് ആണ് ഈ ബേസിക് കമാൻഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യൂ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ബേസിക് കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനെ ബ്രൗസർ കമാൻഡ്സ് കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യിക്കണം. ഓക്കെ, ബ്രൗസർ കമാൻഡിനെ എക്സ്റ്റെൻഡ് ചെയ്യണോ? അപ്പൊ എങ്ങനെയാ കൊടുക്കുക? ബ്രാക്കറ്റില് കറക്റ്റ് അല്ലേ? ബ്രൗസർ കമാൻഡ്സിനെ ഇമ്പോർട്ട് ചെയ്തോടാ. ഇമ്പോർട്ട്. ഇനിറ്റ് വേണ്ട കേട്ടോ. ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ ഇടാ, വെരിഫൈ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. വെരിഫൈ കമാൻഡ്സ്. ഇവിടെ ടൈപ്പ് ചെയ്തോളൂ, പ്രിന്റ് self.driver.title. ക്യാപിറ്റൽ ടി ആണോ സ്മോൾ ടി? ഒരു ആപ്ലിക്കേഷൻ ടൈറ്റിൽ എന്ന് പറയുന്നത് ടാബിന്റെ മുകളിൽ എഴുതി കാണിക്കുന്ന നെയിം ആണ്. ആ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കിക്കേ, ആപ്ലിക്കേഷന്റെ ടാബിന്റെ മുകളിൽ എന്താ നെയിം കാണുന്നതെന്ന് പറഞ്ഞേ? ഇത് ടാബിന്റെ മുകളിൽ, URL അല്ല, ടാബിന്റെ മുകളിൽ ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് എന്ന് എഴുതിക്കുന്നുണ്ടോ? അതാണ് ടൈറ്റിൽ. ടാബിന്റെ മുകളിൽ. ഓക്കെ, ഒന്ന് ഈ ബേസിക് കമാൻഡ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം നമുക്കിനി.
ചെയ്യാനാണോ പറഞ്ഞത് ഇപ്പോ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യടാ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിക്കാം. ഓക്കെ ഓക്കെ. ഏതിനാ? ക്ലാസിന്റെ ഒബ്ജക്റ്റ് അല്ലേ? ക്ലാസിന്റെ ബേസിക്. ഒബ്ജക്റ്റ്. ഇപ്പൊ നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനീഷ്യലൈസ് ബ്രൗസർ കൊടുത്തു. നെക്സ്റ്റ് ഏത് വിളിക്കണം? വെരിഫൈ കമാൻഡ്സിനെ വിളിക്കണം. കറക്റ്റ് ആണോ? ഇതാരായിരുന്നു? സരിത ചെയ്യുന്നത് കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ് ആണ്. അലീനയുടെ കറക്റ്റ് ആണ്. മോനിഷ ചെയ്തോ? ഡൗട്ട്. മോനിഷ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. മോനിഷ ഇപ്പൊ ചെയ്യുന്നത് ജാവ ഫോർമാറ്റിലാണ്. ഒബ്ജക്ട് ക്രിയേഷൻ. ബേസിക്. ഞാൻ പറഞ്ഞതിൽ ജാവയും കൂടെ പഠിച്ചോണ്ട് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അത് ഒബ്വിയസ് ആണ്, കൺഫ്യൂഷൻ ആവും എന്നുള്ളത്. ബേസിക് ഒബ്ജക്റ്റ് ഈക്വൽ ടു ഇങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുന്നത്? അല്ല അല്ല അല്ല. ഒബ്ജക്ട് നെയിം ഈക്വൽസ് ക്ലാസ് നെയിം, അത്രേ ഉള്ളൂ. നമ്മൾ അതിന്റെ മുന്നേ ക്ലാസ് നെയിം കൊടുക്കത്തില്ല. 2 വട്ടം വന്നു. ഇതുണ്ട്. എന്ത്? ഇതിപ്പോ ഞാൻ റൺ ചെയ്തപ്പോ 2 വട്ടം ഒബ്സ്ക്യൂർ ഓപ്പൺ ആയിട്ട് ക്ലോസ് ആയി. 2 വട്ടം ഒബ്സ്ക്യൂർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ആയി. ബിക്കോസ് എന്താണ് ഓപ്പൺ ചെയ്ത് 2 തവണ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ എന്താ കാരണം? നമ്മൾ അവിടെ ഇവിടെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇത് സെയിം ക്ലാസ്സിന് അല്ലേ? അല്ല, ആദ്യം നമ്മൾ ഇതിനെ വിളിച്ചു, അപ്പം എഡ്ജിൽ ഓപ്പൺ ആയി, എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്തു. ക്ലോസ് അല്ല, നമ്മൾ ഇനീഷ്യലൈസ് ബ്രൗസർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ക്ലോസ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രൗസറിൽ ഓൾറെഡി ക്ലോസ് ആയി പോകുന്നത് കൊണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അത് വിളിച്ചു, അപ്പൊ അത് ഓപ്പണെ ക്ലോസ് ആയി. പിന്നെ വെരിഫൈ കമാൻഡ്സിനകത്ത് ടൈറ്റിൽ അല്ലേ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നേ? അപ്പൊ എന്താ പിന്നെ രണ്ടാമത് ഓപ്പൺ ആവുന്നേ? അതിനൊരു കാര്യം ചെയ്താൽ മതി. ബ്രൗസർ കമാൻഡ്സിൽ പോയിട്ട് ഇൻവൊക്കേഷൻ ഒന്ന് കമന്റ് ചെയ്തിട്ടുള്ളൂ. ഏതാ? ബ്രൗസർ കമാൻഡ്സിൽ പോയിട്ട് ലൈൻ നമ്പർ 16 തൊട്ട് ലാസ്റ്റ് വരെയും കമന്റ് ചെയ്തോളൂ. ഇവിടെ അല്ലേ? ഇപ്പോൾ ഇനി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഏതാ കമന്റ് ചെയ്യേണ്ടത്? ബ്രൗസർ കമാൻഡ്സില് നമ്മളുടെ 3 ലൈൻസ് ഇടാം. നമ്മള് മറ്റേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ? ക്രിയേഷൻ കോളും അല്ല, ചൈൽഡിന്റെ മാത്രം നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പറയൂ. ഹലോ ഹലോ. ഇതിപ്പം രഞ്ജന, നമ്മളിപ്പം ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസ് ബ്രൗസർ കൊടുത്തു, അപ്പം ഇത്രയും വർക്ക് ആവും. മാക്സിമൈസ് ചെയ്ത് നിൽക്കും വിൻഡോ. ഓക്കെ, അവിടെ കൊണ്ട് നിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അത് കഴിഞ്ഞ് ടൈറ്റിൽ പ്രിന്റ് ആയി കിട്ടണം. പക്ഷെ എനിക്ക് സംഭവിക്കുന്നത് ഓക്കെ, അത് ക്ലോസ് ആവുന്നത് ബൈ ഡിഫോൾട്ട്. പക്ഷെ എനിക്ക് മുന്നേ ഓപ്പൺ ആയി നിൽക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. അതിന്റെ മുന്നേ ഓപ്പൺ ആയി നിൽക്കുമായിരുന്നു. അത് കുഴപ്പമില്ല. അത് സരിതയ്ക്ക് ക്ലോസ് ആയി പോണ്ടായിരുന്നില്ലേ? നമ്മൾ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തല്ലായിരുന്നു എന്നിട്ട്? ഇല്ല എനിക്കില്ല ടൈം ഡോട്ട് സ്ലീപ്പ് ഇല്ല. അതെന്താ ടൈം ഡോട്ട് സ്ലീപ്പ് ഇല്ലായിരുന്നല്ലേ? ഇല്ല. അത് ബൈ ഇൻസ്റ്റൻസ് കോൾ ചെയ്യുന്നുണ്ടാവും അതിന്റെ ഉള്ളിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അല്ല, ഇതിപ്പോ നമ്മൾ ക്ലോസ് ചെയ്തില്ലെങ്കിലും ഇതിപ്പോ ക്ലോസ് ആയി പോകുമല്ലോ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാൻ? നമ്മളിത് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ട്, എനിക്ക് പറ്റത്തില്ലല്ലോ. അടുത്ത് അത് കൊടുക്കാൻ പറ്റും. അത് എല്ലാം എക്സിക്യൂട്ട് ആയ ശേഷം അത് ക്ലോസ് ആവത്തുള്ളൂ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് കൊടുത്തേ.
നിരഞ്ജന, ഞാൻ ആക്ച്വലി ലോഗിൻ ചെയ്യാൻ പോയായിരുന്നേ. ഇത് ഞാൻ ഇതുവരെ ചെയ്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എന്തോ നമ്മൾ കൊടുക്കുന്നത്? എവിടം വരെയാടാ? ഒരു സെക്കൻഡ്. ആരാ ചോദിച്ചത്? മോനിഷല്ലേ എന്നോട് ചോദിച്ചേ? അതെ. മോനിഷയുടെ സ്ക്രീൻ ഒരു സെക്കൻഡ് എനിക്ക് സ്റ്റക്ക് ആയി കിടക്കുക. 1 സെക്കൻഡ്. ഓക്കെ, മോനിഷയുടെ സ്ക്രീൻ കാണട്ടെ. ബ്രൗസർ കമാൻഡ്സിലേക്ക് പോയിക്കേ. ബേസിക് ബ്രൗസർ കമാൻഡ്സ്. ഇവിടെ പോകാനാണോ ഈ ഫയൽ? ബ്രൗസർ കമാൻഡ്സ് അതിലെന്നെ ബ്രൗസർ കമാൻഡ്സിലേക്ക് പോയിക്കേ. അതിനകത്ത് പോകാനോ? ഓക്കെ ഓക്കെ. അത് ഓപ്പൺ ഇതിൽ ചെയ്യാൻ ലൈൻ നമ്പർ 20 തൊട്ട് 22 വരെ കമന്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. എടാ, വെരിഫൈ കമാൻഡ്സ് മാത്രം വിളിച്ചാൽ കിട്ടത്തില്ല. കാരണം എന്താ? വെരിഫൈ കമാൻഡ്സിന് മുൻപ് ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിക്കണം. ഇതുപോലെ അല്ലേ ഇവിടെ വിളിച്ചേക്കുന്നത്? ഇതല്ലേ ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിക്കണം ഫസ്റ്റ്. ഇവിടെ OBJ യൂസ് ചെയ്തിട്ടുണ്ട്. OBJ അല്ലേ നമ്മുടെ അടുത്ത് ഒബ്ജക്റ്റ്? OBJ, അതെ. OBJ ഡോട്ട് ഇനീഷ്യലൈസ് ബ്രൗസർ. അതെ, എക്സിക്യൂട്ട് ചെയ്യും. ഈ ടൈറ്റില് പിക്ക് ചെയ്യോ? ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ടൈറ്റില് നമ്മൾ നാലിൽ എറർ അടിച്ചല്ലോ നിനക്ക്. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ടൈറ്റിൽ നീ എന്താ കൊടുത്തേക്കുന്നേ? അയ്യോ, അത് ഞാനിത് TITL. ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് എന്ന് വന്നു. ടെർമിനേറ്റ് ചെയ്തു അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ അത്? ഇതല്ല, ഈ ബ്രൗസറിന്റെ ഈ നെയിം ആണ് വരുന്നത് അല്ലേ? അതെ, ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ടാബിന്റെ മുകളിലുള്ള നെയിമാണ്. ഓക്കെ, ഇതല്ല. ഓക്കെ, ഞാനിപ്പോ ഇന്ന് എത്ര എടുക്കുന്നുള്ളൂടാ? ഇന്ന് ഞാനെടുത്ത് എത്രയും പോർഷൻസിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരിക കേട്ടോ. നമുക്ക് നാളെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാം.